എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഗ്രിഗറി. ഈ സാമ്പത്തിക വർഷം മുതൽ കേന്ദ്ര ഗവൺമെൻറ് ഇൻകം ടാക്സിൽ ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ത്യയിൽ നികുതി അടയ്ക്കുന്ന ഒരുവിധം എല്ലാ വ്യക്തികളെയും ബാധിക്കുന്ന തരത്തിലുള്ള മാറ്റങ്ങളാണ് ഈ വർഷം മുതൽ കേന്ദ്ര ഗവൺമെൻറ് നികുതി സംവിധാനത്തിൽ നടപ്പിലാക്കുന്നത്. പ്രധാനമായും 15 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക് ഒത്തിരി ഇളവുകൾ ടാക്സ് റേറ്റ് നൽകുന്ന തരത്തിലാണ് പുതിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. 20% ടാക്സ് അടച്ചിരുന്നിടത്ത് 10ഉം 15ഉമായി കുറയ്ക്കുകയും 30% ടാക്സ് ഉണ്ടായിരുന്നത് 20ഉം 25ഉമായിട്ടും കേന്ദ്ര ഗവൺമെൻറ് കുറച്ചിട്ടുണ്ട്. പക്ഷേ ഇതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. മാത്രമല്ല പുതിയ സിസ്റ്റം ഓപ്ഷണൽ സ്കീമുമാണ്. അതായത് പഴയ സ്കീമിൽ തുടരേണ്ടവർക്ക് പഴയ സ്കീമിൽ തുടരാം, പുതിയ സ്കീം ഓപ്റ്റ് ചെയ്യുന്നവർക്ക് പുതിയ സ്കീമിലേക്ക് മാറുകയും ചെയ്യാം. അത്തരത്തിലുള്ള വളരെ സുതാര്യവും ലിബറലുമായിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഈ അവസരത്തിൽ കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി എന്തൊക്കെയാണ് ആ പുതിയ മാറ്റങ്ങൾ എന്ന് നോക്കാം. സെക്ഷൻ 115 BAC എന്ന് പറയുന്ന ഒരു പുതിയ സെക്ഷനാണ് ഈ മാറ്റങ്ങൾക്ക് കാരണമായിരിക്കുന്നത്. ആദ്യമായി എങ്ങനെയാണ് ഇന്ത്യയിലെ നികുതി സമ്പ്രദായം പ്രവർത്തിക്കുന്നതെന്നും എങ്ങനെയാണ് നമ്മുടെ നികുതി ബാധ്യത കണക്കാക്കുന്നതെന്നും സാമാന്യമായിട്ടൊന്ന് പറഞ്ഞു പോകാം. ഇന്ത്യയിൽ പ്രധാനമായും 5 ഹെഡുകളിലായിട്ടാണ് നികുതി കണക്കാക്കുന്നത്. ഒന്ന് വാടക വരുമാനം, ദെൻ രണ്ടാമത് വരുന്നത് ശമ്പളമായിട്ട് ലഭിക്കുന്നത് സാലറി, ദെൻ മൂന്നാമത് നമ്മുടെ വിവിധ ബിസിനസ് പ്രൊഫഷനുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വരുമാനം, നാലാമത് വരുന്നത് നമ്മുടെ ക്യാപിറ്റൽ അസറ്റ്സിൻ്റെ മുകളിൽ വരുന്നിട്ടുള്ള മൂല്യവർദ്ധനവ്, അതായത് വാല്യൂ അഡീഷൻ, ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയും. ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് വരുന്ന അതിൻ്റെ മുകളിൽ വരുന്ന നികുതി. അതുപോലെ തന്നെ ഇൻകം ഫ്രം അതർ സോഴ്സസ്. ഇൻകം ഫ്രം അതർ സോഴ്സസിലാണ് നമ്മുടെ ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ ഇൻട്രസ്റ്റ്, അതുപോലെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൻ്റെ ഇൻട്രസ്റ്റ്, ദെൻ ലോട്ടറി ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വരുമാനം, അതെല്ലാം ഇൻകം ഫ്രം അതർ സോഴ്സസിൽ വരുന്നതാണ്. നമ്മൾ പ്രധാനമായും ഈ വീഡിയോയിൽ സാലറി അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഇൻകം എല്ലാം വാങ്ങുന്നവരെ ആണ് പ്രധാനമായും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ബിസിനസ് അതുപോലെ തന്നെ പ്രൊഫഷണൽ നില ഇൻകം ലഭിക്കുന്നവർക്ക് അല്പം വ്യത്യാസങ്ങൾ ഈ പറയുന്ന കണ്ടീഷനുകളിൽ നിന്ന് വരുന്നതാണ്. ഓക്കെ, നമുക്ക് ആദ്യം നിലവിലുണ്ടായിരുന്ന ടാക്സ് സിസ്റ്റത്തെക്കുറിച്ചൊന്ന് മനസ്സിലാക്കാം. എൻ്റെ മൊത്തം വരുമാനം, ഒരു വർഷം വരുന്ന വാർഷിക വരുമാനം ആദ്യം കണക്കാക്കുകയും അതിൽ നിന്ന് ഒരുപാട് ഇളവുകൾ അല്ലെങ്കിൽ ഡിഡക്ഷൻസ്, ഗവൺമെൻറ് പറയുന്ന ഒരുപാട് ഡിഡക്ഷൻസ് കിഴിച്ചതിന് ശേഷം വരുന്ന നെറ്റ് ടാക്സബിൾ ഇൻകത്തിന് മുകളിൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ള റേറ്റ്സ് ഉപയോഗിച്ച് വരുന്ന എമൗണ്ടാണ് നിലവിൽ എൻ്റെ നികുതി ബാധ്യതയായിട്ട് കണക്കാക്കുന്നത്. ഇപ്പോൾ 8 ലക്ഷം രൂപ വാർഷിക വരുമാനം ഉള്ള ഒരാൾക്ക് ഡിഡക്ഷൻസോ അലവൻസോ ആയിട്ട് യാതൊരു വിധത്തിലുള്ള ആനുകൂല്യങ്ങളും ഇല്ല എങ്കിൽ 8 ലക്ഷം രൂപയുടെ മുകളിലും അദ്ദേഹം ടാക്സ് അടയ്ക്കാനായിട്ട് ബാധ്യസ്ഥനാണ്. അതേസമയം വിവിധ വകുപ്പുകളിലായിട്ട് വിവിധ സെക്ഷനുകളിലായിട്ട് എനിക്ക് 2 ലക്ഷം രൂപയുടെ കിഴിവ് അവകാശപ്പെടാനായിട്ടുണ്ട് എങ്കിൽ 8 ലക്ഷം രൂപയിൽ നിന്നും ഈ 2 ലക്ഷം രൂപ കിഴിച്ച് ബാക്കി വരുന്ന 6 ലക്ഷത്തിന് മുകളിലാണ് രണ്ടാമത്തെ വ്യക്തി ടാക്സ് അടയ്ക്കേണ്ടത്. ഇത്തരത്തിലുള്ള ഒരു നികുതി സ്ട്രക്ചറാണ് നിലവിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം വരെ, ഇപ്പോൾ 2020 മാർച്ചിൽ അവസാനിച്ച സാമ്പത്തിക വർഷം വരെ ഇത്തരത്തിലുള്ള ഒരു നികുതി സ്ട്രക്ചറാണ് ഇന്ത്യയിൽ പിന്തുടർന്ന് പോന്നിരുന്നത്. ഇവിടെ ഡിഡക്ഷൻസിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഒരേ എമൗണ്ട്, ഒരേ സാലറി വാങ്ങിക്കുന്ന രണ്ട് വ്യക്തികൾക്കും 8 ലക്ഷം രൂപയാണ് ശമ്പളം. പക്ഷേ അതിൽ ഒരു വ്യക്തിക്ക് ഡിഡക്ഷൻസിനുള്ള അർഹതയുണ്ട്. അദ്ദേഹത്തിന് 2 ലക്ഷം രൂപയുടെ ഡിഡക്ഷൻ അർഹതയുണ്ടെങ്കിൽ ബാക്കി 6 ലക്ഷം രൂപയുടെ മുകളിൽ മാത്രം അദ്ദേഹം ടാക്സ് അടച്ചാൽ മതി. എന്നാൽ ആദ്യത്തെ വ്യക്തിക്ക് ഇത്തരത്തിൽ ഡിഡക്ഷൻസിന് അർഹതയില്ലെങ്കിൽ 8 ലക്ഷം രൂപയുടെ മുകളിലും ടാക്സ് അടയ്ക്കേണ്ട ഒരു അവസ്ഥയാണ് നിലവിൽ ഉണ്ടായിരുന്നത്. ഈ ഡിഡക്ഷൻസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒത്തിരി നൂലാമാലകളും കോംപ്ലിക്കേഷൻസും ഉള്ളതാണ് ഡിഡക്ഷൻസ് എന്ന് പറയുന്നത്. പല വകുപ്പുകളുണ്ട്, ഓരോ വകുപ്പിനും ഓരോ ക്യാപ്പിംഗ് സീലിംഗ് ലിമിറ്റുകളുണ്ട്, അതിന് ഒത്തിരി കണ്ടീഷൻസ് ഉണ്ട്, അതിൻ്റെ എലിജിബിലിറ്റി സംബന്ധിച്ച് ഒത്തിരി സംശയങ്ങളുണ്ട്. അങ്ങനെയെല്ലാം വന്നപ്പോൾ ഗവൺമെൻറ് പുതിയൊരു സിസ്റ്റം കൊണ്ടുവന്നതാണ്. നിങ്ങൾ ഡിഡക്ഷൻസിൻ്റെ കാര്യത്തിനെക്കുറിച്ച് നിങ്ങളൊട്ടും വേവലാതിപ്പെടേണ്ട, അല്ലെങ്കിൽ അതിനകത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. നിങ്ങളുടെ ഒറിജിനൽ ഇൻകം എത്രയാണോ, 8 ലക്ഷം രൂപയാണെങ്കിൽ ആ 8 ലക്ഷം രൂപയുടെ മുകളിൽ കുറച്ച നികുതി നിരക്കിൽ നിങ്ങൾ ടാക്സ് നൽകിയാൽ മതി. അപ്പോൾ ഇപ്പോൾ പുതിയ സിസ്റ്റത്തിലേക്ക് വന്നപ്പോൾ ഈ 8 ലക്ഷം രൂപ ശമ്പളം സാലറി വാങ്ങിക്കുന്ന വ്യക്തിക്ക് ഡിഡക്ഷൻസിന് ആനുകൂല്യമായിട്ട് അവകാശപ്പെടാൻ അദ്ദേഹത്തിന് ഒന്നുമില്ലെങ്കിൽ അദ്ദേഹത്തിന് പുതിയ സ്കീമിൽ ഓപ്റ്റ് ചെയ്യാം. അപ്പോൾ പഴയ സ്കീമിൻ്റെ ടാക്സ് റേറ്റിൽ നിന്ന് കുറഞ്ഞ ടാക്സ് റേറ്റ് മാത്രം അദ്ദേഹം കൊടുത്താൽ മതി. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്
20% ടാക്സ് ഉണ്ടായിരുന്നത് 15ഉം 10ഉമായിട്ട് കുറച്ചിട്ടുണ്ട്. 30% ടാക്സ് ഉണ്ടായിരുന്നത് 20ഉം 25ഉമായിട്ട് കുറച്ച നികുതി നിരക്കിൽ നികുതി നൽകിയാൽ മതി എന്ന് പറയുന്ന സിസ്റ്റമാണ് പുതിയ 115 BAC എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് വീണ്ടും സംശയം തോന്നാം, എനിക്ക് ഏറ്റവും ആനുകൂല്യം ലഭിക്കുന്നത് ഇതിലേത് സ്കീമിലാണ്, പുതിയ സ്കീമാണോ പഴയ സ്കീമാണോ? അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ സംസാരിക്കണമെങ്കിൽ ഏതൊക്കെ ഡിഡക്ഷൻസ് ആണ് അല്ലെങ്കിൽ ഏതൊക്കെ എക്സംഷൻസ് ആണ് പുതിയ സ്കീമിലേക്ക് വരുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് എന്ന് ശ്രദ്ധിക്കണം. അങ്ങനെ വരുന്ന എക്സംഷൻസിൻ്റെ എമൗണ്ട് നോക്കിയിട്ടാണ് പുതിയ സ്കീമാണോ പഴയ സ്കീമാണോ നമുക്ക് ബെനിഫിഷ്യൽ എന്ന് നമ്മൾ തീരുമാനിക്കേണ്ടത്. അപ്പോൾ ഏതൊക്കെ ഡിഡക്ഷൻസ് ആണ് ഇതിനകത്ത് വരുന്നതെന്ന് വളരെ വേഗത്തിൽ ആ സെക്ഷൻ്റെ പേരുകൾ മാത്രം പറഞ്ഞു പോവാം. കാരണം അതിൽ ഓരോ സെക്ഷനും ഇതേപോലെ 5 മിനിറ്റ് വീഡിയോ ചെയ്യുന്നതിന് ഉള്ള കാമ്പുള്ള സെക്ഷനുകളാണ്. ജസ്റ്റ് ആ സെക്ഷൻ്റെ പേര് മാത്രം പറഞ്ഞു പോവാം. നമുക്ക് ഇനി ഒരു അവസരത്തിൽ സാഹചര്യം വരികയാണെങ്കിൽ ഇതിൽ ഓരോ സെക്ഷനെക്കുറിച്ചും സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ്. അതല്ലെങ്കിൽ ഈ സെക്ഷൻ്റെ പേരുകൾ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും. അതല്ലെങ്കിൽ നിങ്ങളുടെ ചാർട്ടേഡ് അക്കൗണ്ടന്റോ അല്ലെങ്കിൽ നിങ്ങളുടെ ടാക്സ് പ്രാക്ടീഷണർ ആരാണോ അദ്ദേഹത്തോട് കൂടുതൽ സംസാരിച്ച് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. നമുക്ക് ലീവ് ട്രാവൽ അലവൻസ്, അതുപോലെ തന്നെ ഹൗസ് റെൻ്റ് അലവൻസ്, പ്രൊഫഷണൽ ടാക്സിൽ വരുന്ന ഡിഡക്ഷൻ, ഇങ്ങനെ 3 എക്സംഷൻസ് ആണ് ആദ്യമായിട്ട് ഈ ലിസ്റ്റിൽ വരുന്നത്. ലീവ് ട്രാവൽ അലവൻസ് എന്ന് പറയുന്നത് നിങ്ങൾ ഗവൺമെൻറ് അല്ലെങ്കിൽ ഗവൺമെൻറ് സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ പ്രൈവറ്റ് സ്ഥാപനങ്ങളിലോ നിങ്ങളുടെ തൊഴിൽ ദാതാവ് സ്പോൺസർ ചെയ്ത് നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാനുള്ള ടൂർസ് ആൻഡ് ട്രാവലിനുള്ള ഒരു സ്കീമുണ്ട്. അതിലുൾപ്പെടുത്തി നിങ്ങൾക്ക് ലഭിക്കുന്ന പൈസയിൽ ചില മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായിട്ട് നിങ്ങൾക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നതാണ് LTA എക്സംഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്ന ആളാണെങ്കിൽ ചില നിബന്ധനകൾക്ക് വിധേയമായിട്ട് നിങ്ങൾക്കൊരു എമൗണ്ട് HRA അലവൻസിൻ്റെ പേരിൽ നിങ്ങൾക്ക് ഡിഡക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതാണ് HRA അലവൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ലോക്കൽ ബോഡിയിലേക്ക് അടയ്ക്കുന്ന മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്തിലേക്ക് അടയ്ക്കുന്ന നിങ്ങളുടെ പ്രൊഫഷണൽ ടാക്സിലും നിങ്ങൾക്ക് പരമാവധി 2500 രൂപ വരെയാണ് നമ്മൾ പ്രൊഫഷണൽ ടാക്സ് അടയ്ക്കുന്നത്. അത്രയും എമൗണ്ട് നമുക്ക് ഡിഡക്ഷനുള്ള അവസരമുണ്ട്. ഈ 3 ഡിഡക്ഷനും പുതിയ സ്കീമിലേക്ക് വരുമ്പോൾ നമുക്ക് നഷ്ടപ്പെടും. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതല്ലാതെയുള്ള ഒരു സ്റ്റാൻഡേർഡ് ഡിഡക്ഷനാണ്. 50,000ൻ്റെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ സാലറി വാങ്ങിക്കുന്ന എല്ലാ വ്യക്തികൾക്കും കഴിഞ്ഞ സാമ്പത്തിക വർഷം മുതൽ ഗവൺമെൻറ് അനുവദിച്ചിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് വേറെ യാതൊരുവിധ എലിജിബിലിറ്റി പ്രശ്നങ്ങളും അതിനകത്ത് വരുന്നില്ല. 8 ലക്ഷം രൂപ നിങ്ങൾക്ക് ഇൻകം ഉണ്ടെങ്കിൽ, നിങ്ങളുടെ മൊത്തം സാലറി 8 ലക്ഷമാണെങ്കിൽ 7,50,000 രൂപയുടെ മുകളിൽ നിങ്ങൾ ടാക്സ് അടച്ചാൽ മതി എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ, 50,000ൻ്റെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഈ കഴിഞ്ഞതിന് മുന്നത്തെ സാമ്പത്തിക വർഷം മുതൽ ഗവൺമെൻറ് കൊണ്ടുവന്നിരുന്നു. ആ ഒരു അലവൻസും അല്ലെങ്കിൽ ആ ഡിഡക്ഷനും നിങ്ങൾക്ക് പുതിയ സ്കീമിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതല്ല. ഇനി ക്വാണ്ടിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഹിറ്റ് വരുന്നത് ലോൺ എടുത്ത് വീട് പണിതവർക്കാണ്. അവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർ ബാങ്കിനോ അല്ലെങ്കിൽ മറ്റ് സഹകരണ സ്ഥാപനത്തിനോ തിരിച്ചടയ്ക്കുന്ന അവരുടെ EMIകളിൽ എത്രയാണോ ഇൻട്രസ്റ്റ് പോർഷൻ വരുന്നത്, ആ ഇൻട്രസ്റ്റ് പരമാവധി 2 ലക്ഷം രൂപ വരെ കിഴിവ് ചെയ്ത് കൊടുക്കുന്ന സെക്ഷൻ 24-നകത്ത് കിഴിവ് ചെയ്ത് കൊടുക്കുന്ന ഒരു സെക്ഷൻ ഡിഡക്ഷൻ പുതിയ സ്കീമിലേക്ക് വരുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുകയാണ്. അപ്പോൾ നിങ്ങൾ ലോൺ എടുത്ത് വീട് പണിതിട്ടൊരു വ്യക്തിയാണ്, നിങ്ങൾ ഇൻട്രസ്റ്റ് അടയ്ക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഒരു 1 lakh rupees-ഓളം നിങ്ങളൊരു വർഷം ഇൻട്രസ്റ്റ് അടയ്ക്കുന്നുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ 8 ലക്ഷത്തിൽ നിന്ന് ഈ 1 ലക്ഷം രൂപ കിഴിക്കാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് പഴയ സിസ്റ്റത്തിലുണ്ടായിരുന്നു. പക്ഷേ പുതിയ സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ എത്രയാണോ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ആനുകൂല്യം എന്ന് പറയുന്നത്, ആ ആനുകൂല്യം നമ്മൾ ഒഴിവാക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ സെക്ഷൻ 80-ൽ വരുന്ന എല്ലാ ഡിഡക്ഷൻസും പുതിയ സ്കീമിൽ വരുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുമെന്നുള്ളതാണ്. അതിനകത്ത് സെക്ഷൻ 80C എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള സെക്ഷൻ ആയിരിക്കും. അതിനകത്താണ് നമ്മുടെ LIC പേയ്മെൻറ്റുകൾ, അതുപോലെ തന്നെ ELS സ്കീമിൽ മ്യൂച്വൽ ഫണ്ട് വാങ്ങുന്ന പേയ്മെൻറ്റുകൾ, നമ്മുടെ പെൻഷൻ സ്കീമിലേക്ക് EPF-ലേക്കോ അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി പെൻഷനിലേക്ക് നമ്മൾ അടയ്ക്കുന്ന വിഹിതം ഡിഡക്റ്റ് ചെയ്യുന്നത്, നിങ്ങളുടെ മക്കളുടെ സ്കൂളിൽ അടയ്ക്കുന്ന ട്യൂഷൻ ഫീസ് ഡിഡക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ അതുപോലെ തന്നെ 5 വർഷത്തിൽ കൂടുതൽ കാലത്തേക്ക് നമ്മൾ ഇടുന്ന FD, പോസ്റ്റ് ഓഫീസിലോ ബാങ്കിലോ ഇടുന്ന FD ഡിഡക്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നാഷണൽ സേവിങ്സ് സർട്ടിഫിക്കറ്റിൻ്റെ സബ്സ്ക്രിപ്ഷൻ, അതുപോലെ ഉള്ള ഒട്ടനവധി ഡിഡക്ഷൻസ് വരുന്ന 1.5 ലക്ഷം രൂപ വരെ നമുക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാവുന്ന ഒരു സെക്ഷനാണ് 80C എന്ന് പറയുന്നത്. 80Cയുടെ ആനുകൂല്യങ്ങൾ പുതിയ സ്കീമിലേക്ക് വരുമ്പോൾ നമുക്ക് ലഭിക്കില്ല. അതുപോലെ തന്നെ 80D എന്ന് പറയുന്ന സെക്ഷൻ നമ്മുടെ ഇൻഷുറൻസ് പ്രീമിയം ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാനുള്ള, നിങ്ങളുടെയോ മാതാപിതാക്കളുടെ പേരിലുള്ള ഇൻഷുറൻസ് പ്രീമിയം നമുക്ക് ഡിഡക്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണ്, ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കാത്തവരാണെങ്കിൽ നിങ്ങളുടെ മെഡിക്കൽ ബില്ലുകൾ ഡിഡക്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും 80Dയിലുണ്ട്. അതിനകത്തൊരു വ്യത്യാസം എന്ന് പറയുന്നത് ക്യാഷ് ആയിട്ടായിരിക്കരുത് ബില്ല് സെറ്റിൽ ചെയ്തിട്ടുള്ളത്.
ചെക്കോ അല്ലെങ്കിൽ ഓൺലൈൻ നെറ്റ് ട്രാൻസ്ഫർ, നെറ്റ് ബാങ്കിങ് വഴി ഒക്കെ നമ്മൾ സെറ്റിൽ ചെയ്ത മെഡിക്കൽ ബില്ലുകളാണെങ്കിൽ നിങ്ങൾ 60 വയസ്സിൽ കൂടുതൽ പ്രായമുള്ളവരാണ്, നിങ്ങൾക്ക് ഇൻഷുറൻസ് പ്രീമിയം നിങ്ങൾ അടയ്ക്കുന്നുമില്ലെങ്കിൽ ആ മെഡിക്കൽ എക്സ്പെൻഡിച്ചർ ക്ലെയിം ചെയ്യാനുള്ള ഓപ്ഷനുള്ള സ്കീം, ഒരു സെക്ഷനായിരുന്നു 80D എന്ന് പറയുന്നത്. ആ സെക്ഷൻ്റെ ആനുകൂല്യം പുതിയ സ്കീമിൽ നമുക്ക് ലഭിക്കുന്നതല്ല. പിന്നെ ഒത്തിരി സെക്ഷനുകളുണ്ട്. 80E എന്ന് പറയുന്ന സെക്ഷനുണ്ട്. നമ്മുടെ എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ ഇൻട്രസ്റ്റ് പോർഷൻ ഡിഡക്ഷൻ അനുവദിക്കുന്ന ഒരു സെക്ഷനാണ് 80E എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഗവൺമെൻറ്റോ ട്രസ്റ്റോ ആയിട്ടുള്ള സാമൂഹ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഡൊണേറ്റ് ചെയ്യുന്ന ഡൊണേഷനുകൾ ഡിഡക്റ്റ് ചെയ്യുന്ന ഒരു സെക്ഷൻ 80G ഉണ്ട്. അതുപോലെ തന്നെ 80TTA നമ്മൾ ഞാൻ പറഞ്ഞ സേവിങ്സ് ബാങ്ക് നമ്മുടെ ഇൻകം ഫ്രം അതർ സോഴ്സസിൽ ഉൾപ്പെടുന്ന ഒരു ഐറ്റം ആണെന്ന് പറഞ്ഞു. പക്ഷേ അതൊരു വർഷം 10,000 rupees വരെയാണ് നിങ്ങൾക്ക് ഇൻകം വരുന്നതെങ്കിൽ 80TTAയിൽ നിങ്ങൾക്ക് അത്രയും ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ സീനിയർ സിറ്റിസൺ ആണെങ്കിൽ 80TTBയിൽ നിങ്ങളുടെ സേവിങ്സ് ബാങ്കിൻ്റെയും ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെയും ഇൻട്രസ്റ്റ് ക്ലെയിം ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ, 50,000 rupees വരെ ഇൻട്രസ്റ്റ് ക്ലെയിം ചെയ്യാനുള്ള ഓപ്ഷൻ 80TTBയിലുണ്ട്. അതുപോലെ തന്നെ ഞാൻ വിട്ടുപോയതിൻ്റെ സെക്ഷനുകളാണ് 80GG എന്ന് പറയുന്നത്. നിങ്ങൾക്ക് HRA അലവൻസ് ഇല്ല, പക്ഷേ നിങ്ങൾ വാടക കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വർഷം 60,000 രൂപ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാവുന്ന 80GG എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ 2016-17 സാമ്പത്തിക വർഷത്തിൽ നിങ്ങൾ ഹൗസ് ലോൺ എടുത്തിട്ടുള്ളവരാണെങ്കിൽ 80EE എന്ന് പറയുന്ന ഒരു സെക്ഷനകത്ത് നിങ്ങൾക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാനായിട്ട് ഉള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ അതുപോലെ തന്നെ മാരകമായിട്ടുള്ള അസുഖങ്ങൾ ഉള്ളവരാണെങ്കിൽ അതിൻ്റെ മെഡിക്കൽ എക്സ്പെൻഡിച്ചർ ക്ലെയിം ചെയ്യുന്ന 80DDB, അതുപോലെ തന്നെ നിങ്ങളുടെ ഡിപ്പെൻഡൻ്റ് ആയിട്ട് ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാവുന്ന 80DD, നിങ്ങൾ സ്വയം ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരു ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാവുന്ന 80U. ഇങ്ങനെ നിരവധി സെക്ഷനുകൾ സെക്ഷൻ 80 ഡിഡക്ഷൻസിൽ ഇങ്ങനെ നിരവധി സബ് സെക്ഷനുകളുണ്ട്. ഈ സെക്ഷനുകളിലെല്ലാം വരുന്ന ഡിഡക്ഷൻസും നിങ്ങൾ പുതിയ സ്കീമിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഒഴിവാക്കേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ തമ്പ് റൂൾ എങ്ങനെയാണ്? നിങ്ങൾക്ക് പഴയ സ്കീമിനെ കുറിച്ച് നല്ല വ്യക്തമായ ധാരണയുള്ള ഒരാളാണെങ്കിൽ ഈ ഡിഡക്ഷൻസിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. അങ്ങനെ എത്ര രൂപയുടെ ഡിഡക്ഷൻസ് നിങ്ങൾ ഒരു സാമ്പത്തിക വർഷം നിങ്ങൾ അവൈൽ ചെയ്യുന്നുണ്ട് എന്ന് ശ്രദ്ധിക്കാം. എന്നിട്ട് ആ എമൗണ്ട് നിങ്ങളുടെ മൊത്തം വരുമാനമായിട്ട് തട്ടിച്ച് നോക്കിയിട്ടാണ് ഏത് സ്കീമാണ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നത് എന്ന് ശ്രദ്ധിക്കേണ്ടത്. ഒരു തമ്പ് റൂൾ ഞാൻ പറയാം. നിങ്ങളുടെ അങ്ങനെ ലഭിക്കുന്ന ഡിഡക്ഷൻസോ എക്സംഷൻസോ 2.5 ലക്ഷം രൂപയിൽ കൂടുതലുള്ള ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ യാതൊരു കാരണവശാലും പുതിയ സ്കീമിലേക്ക് പോകേണ്ട കാര്യമില്ല. പഴയ സ്കീമിലാണ് നമുക്ക് ഏറ്റവും ബെനിഫിഷ്യലായിട്ട് ഉണ്ടാവുക. അതേസമയം നിങ്ങൾക്ക് ഇത്രയും ഞാൻ നേരത്തെ പറഞ്ഞ സെക്ഷനുകളെല്ലാം കൂട്ടി 2.5 ലക്ഷം രൂപ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ അർഹതയില്ലാത്ത ഒരാളാണെങ്കിൽ നിങ്ങളുടെ മൊത്തം വരുമാനം കൂടി കണക്കാക്കിയിട്ടാണ് നിങ്ങൾക്ക് ഏത് സ്കീമാണ് ബെനിഫിഷ്യൽ എന്ന് ശ്രദ്ധിക്കേണ്ടത്. അതിനകത്ത് ഒരു ഉദാഹരണം ഞാൻ പറയാം. നിങ്ങളൊരു 8.5 ലക്ഷം രൂപ വരുമാനമുള്ള ഒരാളാണ്, നിങ്ങൾക്ക് 1.5 ലക്ഷം രൂപയുടെ ഡിഡക്ഷനെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പഴയ സ്കീമായിരിക്കും ബെനിഫിഷ്യൽ. 1.5 ലക്ഷം രൂപ ഡിഡക്ഷൻ ഇല്ലെങ്കിൽ പുതിയ സ്കീമിലേക്ക് മാറുകയായിരിക്കും പറ്റും. അപ്പോൾ ഇതിൽ ഒത്തിരി കൺഫ്യൂഷൻ ഉണ്ട്. ഏത് സ്കീമായിരിക്കും നമുക്ക് നല്ലത്, അല്ലെങ്കിൽ എനിക്ക് ഇത്രയും എൻ്റെ ആനുവൽ ഇൻകം ഉണ്ട്, ഇത്രയും ഡിഡക്ഷൻ ഉണ്ട്, ഏത് സ്കീമാണ് എനിക്ക് നല്ലത്? ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ വളരെ മികച്ച ഒരു ടാക്സ് കാൽക്കുലേറ്റർ ഇതിനു വേണ്ടി നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ടാക്സ് കാൽക്കുലേറ്ററിനകത്ത് എത്രയാണോ നിങ്ങളുടെ ഗ്രോസ് ഇൻകം വരുന്നത്, അതുപോലെ തന്നെ എത്രയാണോ നിങ്ങൾക്ക് ആ വർഷം അർഹതപ്പെട്ട ഡിഡക്ഷൻ എന്ന് നോക്കിയിട്ട് പഴയ സ്കീമാണോ പുതിയ സ്കീമാണോ നമുക്ക് ബെനിഫിഷ്യൽ എന്ന് പറഞ്ഞു തരുന്ന ഒരു ഇൻകം ടാക്സ് കാൽക്കുലേറ്റർ ഡിപ്പാർട്ട്മെൻറ്റ് പുറത്തിറക്കിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടോട്ടൽ ഇൻകം കൊടുക്കാം, ഡിഡക്ഷൻ കൊടുക്കാം, ഏത് സ്കീമാണ് നിങ്ങൾക്ക് ബെനിഫിഷ്യൽ എന്നുള്ളത് ഡിപ്പാർട്ട്മെൻറ്റ് സൈറ്റിൽ നിന്ന് തന്നെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു അപ്ഡേറ്റും കൂടി ഉള്ളത്, നമ്മുടെ എംപ്ലോയർക്ക് TDS ഡിഡക്റ്റ് ചെയ്യുന്ന ഡീറ്റെയിൽസ് കൊടുക്കുമ്പോഴും ഇതിലേത് സ്കീമാണ് നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നത് എന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനനുസരിച്ചുള്ള TDS ഡിഡക്ഷനെ നമുക്ക് വരികയുള്ളൂ. പക്ഷേ എങ്കിൽ പോലും നമ്മളിപ്പോൾ ഇയറിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ TDS ഒരു ഓപ്ഷനിൽ നമ്മൾ ഡിഡക്റ്റ് ചെയ്തെങ്കിലും വർഷത്തിൻ്റെ അവസാനം റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് മറ്റു ഓപ്ഷനിലേക്ക് നമുക്ക് പോകണമെങ്കിൽ ആ സമയത്തും ആ ഓപ്ഷനിലേക്ക് മാറാനായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇനി ഒരു ചോദ്യം കൂടിയുണ്ട്. ഇപ്പോൾ എനിക്ക് ഈ വർഷം പുതിയ സ്കീമായിരുന്നു മികച്ചത്, ഞാൻ അതുകൊണ്ട് പുതിയ സ്കീമിൽ ടാക്സ് അടച്ചു, അടുത്ത വർഷം എനിക്ക് പഴയ സ്കീമിലേക്ക് മാറാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും സാധിക്കും. നിങ്ങൾ ബിസിനസ് വരുമാനം ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഓരോ വർഷവും നിങ്ങൾക്ക് ഈ സ്കീമിൽ തീരുമാനം എടുക്കാനായിട്ട് സാധിക്കും. ഈ വർഷം ഞാൻ പഴയ സ്കീമിൽ ടാക്സ് അടയ്ക്കുന്നു, അടുത്ത വർഷം എനിക്ക് പുതിയ സ്കീമിൽ ടാക്സ് അടയ്ക്കാം, അതിൻ്റെ അടുത്ത വർഷം വീണ്ടും പഴയ സ്കീമിലേക്ക് തിരിച്ചു വരാം. പക്ഷേ ബിസിനസ് ഇൻകം ഉള്ളവർക്ക് ഇതിനകത്ത് കുറച്ച് വ്യത്യാസങ്ങളുണ്ട്.
അവർക്ക് അതിൻ്റെ നിയന്ത്രണങ്ങൾക്ക് വിധേയമായിട്ട് മാത്രമേ ഈ പഴയ സ്കീമിലേക്കും പുതിയ സ്കീമിലേക്കും ഷിഫ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി ഈ പുതിയ സ്കീമിനെ കുറിച്ച് ഈ സെക്ഷൻ 115 BSCയെ കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങൾ ക്ലെയിം ചെയ്യാവുന്ന ഡിഡക്ഷൻസിനെ കുറിച്ചോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാവുന്നതാണ്. അതിന് നമുക്കൊരു ഓപ്പൺ ഡിസ്കഷൻ അതിനകത്ത് ചെയ്യാവുന്നതും ആണ്. നിങ്ങൾക്കിത് ഈ ഇൻഫർമേഷൻ ബെനിഫിഷ്യൽ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓഫീസ് ഗ്രൂപ്പുകളിലും അതുപോലെ തന്നെ നിങ്ങളുടെ സാലറി വാങ്ങിക്കുന്ന ഇൻകം ടാക്സ് അടയ്ക്കുന്ന വ്യക്തികളിലേക്കും ഇൻഫർമേഷൻ പാസ് ചെയ്ത് കൊടുക്കുക. അവർക്ക് ഉപകാരപ്രദമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.